ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വകാര്യവൽക്കരണത്തിലൂടെ കേരളത്തിന്റെ ആകാശവും ഭൂമിയും കടലും UDF സർക്കാർ വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് MV ഗോവിന്ദൻ. ഓപ്പറേഷൻ തൂഫാന് രാഷ്ട്രീയമില്ലെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന മരണത്തിന്റെ വ്യാപാരികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് എല്ലാവരും കൈകോർക്കണമെന്നും ആഭ്യന്തരമന്ത്രി. തോളൂർ എടക്കളത്തൂരിൽ വീട്ടിൽ വൻ കവർച്ച, 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നന്ദിക്കരയിലെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികളുടെ പ്ലാന്റ് നാട്ടുകാർ ഉപരോധിച്ചു. സിമന്റും മെറ്റലും മിക്സ് ചെയ്യുന്ന മലിനജലം പാടത്തേക്ക് ഒഴുകുന്നതായും പൊടിശല്യം രൂക്ഷമാണെന്നും ആരോപിച്ചായിരുന്നു ഉപരോധം. കുട്ടനെല്ലൂരിൽ പിക്കപ്പ് വാനിൽ നിന്നും ഇരുമ്പ് പൈപ്പുകൾ ദേഹത്ത് വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ ജോൺ ആണ് മരിച്ചത്. പുതുക്കാട് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പുതുക്കാട് സ്വദേശി അനന്തകൃഷ്ണനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വകാര്യവൽക്കരണത്തിലൂടെ കേരളത്തിന്റെ ആകാശവും ഭൂമിയും കടലും UDF സർക്കാർ വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് MV ഗോവിന്ദൻ. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള രക്തസാക്ഷി കുടുംബസംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ എല്ലാ പാരമ്പര്യത്തെയും തകർക്കുന്ന നിലപാടുമായാണ് UDF സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിനെല്ലാമെതിരായ പോരാട്ടങ്ങൾക്ക് പ്രധാന കരുത്ത് പകരേണ്ടത് ഡിവൈഎഫ്ഐ ആണ്. അതിന് വഴികാട്ടികളായി ഊർജം പകരുന്നത് അനശ്വര രക്തസാക്ഷികളുമാണ്. കേരളത്തിൽ ഇപ്പോഴും 3 മാസമായിട്ടില്ല UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്. ഈ കേരളത്തിന്റെ എല്ലാ പാരമ്പര്യത്തെയും തകർക്കാൻ വേണ്ടിയുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭൂമിയും ആകാശവും അതുപോലെ തന്നെ കടലും എല്ലാം വിൽക്കാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റാണ് VD സതീശൻ ഗവൺമെന്റ് എന്ന് നമുക്കറിയാം. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവേണ്ടതില്ല. ജന്തർ മന്തർ സമരത്തിലൂടെ യുവാക്കളും വിദ്യാർത്ഥികളും രാജ്യത്തെ സമരപോരാട്ട ചരിത്രങ്ങളെ മാറ്റി എഴുതുകയാണ്. ഭരണകൂട ഭീകരത കൊണ്ട് ഒരു പോരാട്ട ശക്തികളെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെന്ന് യുവാക്കൾ തെളിയിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രം മാറ്റി എഴുതുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാ മർദ്ദന ഉപകരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവർ അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോയ കാഴ്ച നമ്മൾ കണ്ടു. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ പ്രധാന രാജിവെപ്പിച്ചേ അടങ്ങൂ എന്നുള്ള തീരുമാനം അവസാനം 12 വർഷക്കാലം ഒരിക്കലും ആർക്കും കീഴടങ്ങാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ BJP സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ മുട്ടുകുത്തിച്ച് രാജിവെപ്പിച്ച പ്രസ്ഥാനം ഈ ഇന്ത്യയിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഭരണകൂട ശക്തികൾക്ക് ഈ പട്ടാളവും അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും കൊണ്ട് ഒരു ജനതയെ ഒരിക്കലും നിശബ്ദരാക്കാനാവില്ല. സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന സംഗമത്തിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് അധ്യക്ഷത വഹിച്ചു. കവി മുരുകൻ കാട്ടാക്കട മുഖ്യ അതിഥിയായിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, സംഘാടക സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ഉച്ചതിരിഞ്ഞ് നഗരത്തിൽ റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമാപനത്തോടനുബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ട നാടകം മിസ വീണ്ടും സമ്മേളനവേദിയിൽ അരങ്ങേറും. TCV തൃശൂർ. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുചർച്ചയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയപ്പോൾ തിരുത്തൽ ശക്തിയായി മാറേണ്ട ഡിവൈഎഫ്ഐ മൗനം പാലിച്ചുവെന്ന് വിമർശനം.
സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടുമേലും സംഘടനാ റിപ്പോർട്ടുമേലുമുള്ള പൊതുചർച്ചയിലാണ് പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ജൻസികളെ കൂടുതലായി സംഘടനയിലേക്ക് ആകർഷിക്കാൻ നേതാക്കൾ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പ്രവാട ചന്ദ്രശേഖരനെ DGP-ആയി മുൻ LDF സർക്കാർ നിയമിച്ചപ്പോൾ DYFI സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചുവെന്നും വിമർശനം ഉയർന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നേതൃത്വം മാറുന്നു എന്നും പ്രതിനിധികൾ ചോദിച്ചു. CJP സമരത്തിന്റെ മുന്നണിയിൽ DYFI ഉണ്ടാകണമായിരുന്നുവെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. നേതാക്കളുടെ വസ്ത്രധാരണത്തിൽ പോലും മാറ്റം അനിവാര്യമാണ്. DYFI ഇല്ലാതാകുന്ന വനിതാ സാന്നിധ്യം വർദ്ധിപ്പിക്കണം. നേതാക്കളായി എത്തുന്നവരിൽ പലർക്കും പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ ഇല്ലെന്നും ഈ തലമുറയിലെ DYFI നേതാക്കൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ രൂപം കൊണ്ട പാറ്റ സമര മാതൃകയിൽ രാജ്യമാകെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ DYFI തയ്യാറാകണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. പുതിയ തലമുറയെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച ഓണം മെഗാ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന് രാഷ്ട്രീയമോ ജാതിമത പരിഗണനകളോ ഇല്ലെന്നും പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന മരണത്തിന്റെ വ്യാപാരികൾക്കെതിരെയുള്ള ശക്തമായ നടപടിയാണിതെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. 76 ദിവസങ്ങൾക്കുള്ളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 10,000-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊണ്ടാൽ കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ രാസലഹരി കടന്നുവരില്ലെന്ന നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകണം. ഇത്തവണത്തെ ഓണാഘോഷങ്ങൾ ലഹരിക്കെതിരെയുള്ള സന്ദേശമുയർത്തി തൂഫാൻ ഓണമായി കൊണ്ടാടാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സണുമായ സുഭാഷിണി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. വൻ കവർച്ച, 50 പവൻ സ്വർണം മോഷണം പോയി. നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മകളുടെ കല്യാണത്തിന് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. പറപ്പൂരിൽ ഒലാല എന്ന തുണിക്കടയുടെ ഉടമയാണ് ഷക്കീർ. ഓണം സീസൺ ആയതുകൊണ്ട് ഭാര്യയും മകളും ഷക്കീറിന്റെ സഹായത്തിന് കടയിലായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മൂവരും കടപൂട്ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ പിൻഭാഗത്തുള്ള വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. ബെഡ്റൂമിലെ അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് സ്വർണം കവർന്നത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് സ്ഥലവാസിയല്ലാത്ത 2 പേർ സംശയാസ്പദമായി ചുറ്റിക്കറങ്ങിയിരുന്നതായി അയൽവാസിയും പൊതുപ്രവർത്തകനുമായ K. കുഞ്ഞുണ്ണി പറയുന്നു. സൂചന ലഭിച്ചിട്ടില്ല. ഇതിന്റെ ഓണറാകെ മാനസികമായിട്ട് തകർന്ന് ഇരിക്കുകയാണ്. ഇവിടെ നമുക്കിപ്പോൾ ചെറിയൊരു സംശയപ്പോടെ പറയും. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാർ ഇന്നലെ വൈകിട്ട് 1-2 ആളിവിടെ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു എന്ന് ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സ്ഥിരീകരണമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ചാലില് ഒരു തമിഴ്നാട് മോഡൽ ഒരു മദ്യക്കുപ്പി, ഒരു പ്ലാസ്റ്റിക് കവറും കാണാനുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് ഇതുവരെയുള്ള സൂചനകൾ, വേറെ യാതൊരുവിധ സൂചനകളും ഇല്ല. വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്വർണവും മകളുടെ കല്യാണാവശ്യത്തിനായി വാങ്ങിയ സ്വർണവും മോഷണം പോയവയിൽ പെടും. മറ്റൊരു കിടപ്പുമുറിയിലെ അലമാരയിൽ 4 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രൊഫഷണൽ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പേരാമംഗലം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. TCB ന്യൂസ്, പാവറട്ടി. ഇടവേള. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, the signature of God. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. PL World of Comfort. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL World of Comfort, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ.
ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ 17 ബ്ലോക്ക് സ്പോട്ടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കരാർ കമ്പനിയുടെ നന്ദിക്കരയിലെ പ്ലാന്റ് നാട്ടുകാർ ഉപരോധിച്ചു. പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് മെറ്റലും സിമന്റും മിക്സ് ചെയ്ത് കയറ്റിവരുന്ന കൂറ്റൻ വാഹനങ്ങളിൽ നിന്നും റോഡിൽ ചെളിയും മെറ്റലും നിറഞ്ഞ് വാഹനങ്ങൾ തെന്നി വീഴുകയും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുമാണ്. ഇതിനു പുറമെ പ്രദേശമാകെ സർവീസ് റോഡിൽ പൊടി നിറഞ്ഞ് യാതൊന്നും കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയുമുണ്ട്. സിമന്റും മെറ്റലും മിക്സ് ചെയ്യുന്ന മലിനജലം ശുദ്ധീകരിക്കാതെ സമീപത്തെ പാടത്തേക്ക് വിടുന്നതായും നാട്ടുകാർ പറഞ്ഞു. പൊടിശല്യം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ കമ്പനിക്ക് നോട്ടീസ് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. വാർഡ് മെമ്പർമാരായ KS ജോൺസൺ, KA വേലായുധൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ പ്ലാന്റ് ഉപരോധിച്ചത്. തുടർന്ന് കമ്പനി മാനേജർ നാട്ടുകാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി. സർവീസ് റോഡ് ക്ലീനിങ്ങിന് സ്ഥിരം ജോലിക്കാരെ ചുമതലപ്പെടുത്തുമെന്നും സ്ഥിരമായി വെള്ളം പമ്പ് ചെയ്ത് പൊടിശല്യം ഒഴിവാക്കുമെന്നും അറിയിച്ചു. പ്ലാന്റിനുള്ളിൽ വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന റോഡുകൾ ചെളി വരാതിരിക്കാൻ ടാറിംഗ് നടത്താമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. പ്രദേശവാസികളായ ബാബു ആളോത്ത്, VB നാരായണൻകുട്ടി, PL ബേബി, മുൻ മെമ്പർ VS വേണു, PD വർഗീസ്, സുരേഷ് മേനോൻ തുടങ്ങിയവരും ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. TCV കൊടകര. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിന് സമീപം പിക്കപ്പ് വാനിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ ദേഹത്ത് വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി 40 വയസ്സുള്ള ഷെറിൻ ജോണാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തു നിന്നും കുട്ടനെല്ലൂർ ഓവർബ്രിഡ്ജ് ഭാഗത്തേക്ക് പോയിരുന്ന ഷെറിന്റെ ദേഹത്തേക്ക് ഇരുമ്പ് പൈപ്പുകൾ വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട പിക്കപ്പ് വാൻ ഡ്രൈവർ മനക്കൊടി സ്വദേശി സുരേഷ് സ്റ്റേഷനിൽ ഹാജരായി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ദേശീയപാത പുതുക്കാട് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പുതുക്കാട് കേളി സ്വദേശി പനിയത്ത് കുമാരന്റെ മകൻ 18 വയസ്സുള്ള അനന്തകൃഷ്ണനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുറുമാലിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്തായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലെ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ ബൈക്കിൽ നിന്ന് അനന്തകൃഷ്ണൻ എതിർദിശയിലുള്ള പാതയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോവിഡ് കാലത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ കെഡാവർ ബാഗ് വാങ്ങിയതിൽ നടന്ന കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിന് NRHM ഫണ്ട് വഴി ലഭിച്ച 8,19,00,000 രൂപയിൽ മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘവും മെഡിക്കൽ കോളേജ് HDS വിഭാഗവും ചേർന്ന് വൻ കൊള്ളയാണ് നടത്തിയിട്ടുള്ളതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇവർ നടത്തിയ ഇടപാടുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അന്വേഷണം നടന്നിരുന്നില്ല. തുടർന്ന് വീണ്ടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം നടത്തുവാൻ വിജിലൻസ് തീരുമാനിച്ചതെന്ന് മുൻ MLA അനിൽ അക്കര പറഞ്ഞു.
സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനവും വായ്പാ വിതരണ മേളയും തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതികളുടെ പ്രഖ്യാപനവും വായ്പാ വിതരണവും നടത്തി. ശുചീകരണ തൊഴിലാളികൾക്കും ആശ്രിതർക്കുമായി പുതിയ വായ്പാ പദ്ധതി ആരംഭിക്കുമെന്നും വായ്പാ കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി മേഖലാ അദാലത്തുകൾ സംഘടിപ്പിക്കുകയാണെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പ്രവർത്തന ശൃംഖല വിപുലീകരിക്കാനായി 3 പുതിയ സബ് ഓഫീസുകളും 2 മൈക്രോ ഓഫീസുകളും സ്ഥാപിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഇന്ദിരാജ്യോതി പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശുചീകരണ തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കുമുള്ള പുതിയ വായ്പാ പദ്ധതി അത് കേന്ദ്ര കോർപ്പറേഷന്റെ സഹായത്തോടുകൂടി തന്നെയാണ് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നേരത്തെ വായ്പയെടുത്ത് അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി വിവിധ ശാഖകളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകളുടെ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ ഭാഗമായി വായ്പാ കുടിശ്ശികയ്ക്ക് വേണ്ടി അദാലത്തുകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനം. അതുപോലെ തന്നെ കോർപ്പറേഷന്റെ സേവനം കൂടുതൽ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൂടി ഇതിന്റെ ശാഖകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മാനേജർ ഡയറക്ടർ വി.പി. സുബ്രഹ്മണ്യൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ. സന്ധ്യ, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ആർ. സിന്ധു, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ. ദീപക്, SBI റീജിയണൽ മാനേജർ എസ്. രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ചാവ് പിടികൂടുന്നതിനിടെ പോലീസിനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ചങ്ങരംകുളം സ്വദേശി അജ്മലിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2 മാസം മുൻപ് അക്കിക്കാവിൽ വെച്ച് കാറിൽ കടത്തുകയായിരുന്ന 38 കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടികൂടിയിരുന്നു. പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പോലീസ് സംഘത്തെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പിടിയിലായ അജ്മൽ 10ഓളം ക്രിമിനൽ കേസുകളിലും 4 മയക്കുമരുന്ന് കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫുഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. അത്യാവേശപൂർവ്വം പൊന്നോണത്തെ വരവേറ്റ കലാലയങ്ങൾ. ഓണത്തിന്റെ സാഹോദര്യവും വിദ്യാർത്ഥികളുടെ ഊർജവും കൂടിച്ചേർന്നതാണ് ക്യാമ്പസ് ഓണം. ഓണാവേശം അതിന്റെ പാരമ്യത്തിൽ കാണണമെങ്കിൽ അത് കോളേജ് ക്യാമ്പസുകളിലേക്ക് തന്നെ ചെല്ലണം. പുതുമയും പാരമ്പര്യവും ഇടകലർന്ന ആഘോഷ തിമിർപ്പാണ് ക്യാമ്പസുകളുടെ ഓണക്കാല മുഖമുദ്ര. പൂക്കിമാവേലി മുതൽ വിദ്യാർത്ഥി വൈബിലൂടെ ഓണാഘോഷം മൊത്തത്തിൽ കളറാക്കി ക്യാമ്പസുകൾ. ജൻസിമാരെങ്കിലും പൂവും പൂക്കളവും സെറ്റ് സാരിയും ധാവണിയുമെല്ലാമായി പാരമ്പര്യത്തനിമ ഒട്ടും വിട്ടുകളയാൻ ഇവരും തയ്യാറല്ല. ഓണം ഓർക്കുമ്പോ തന്നെ നമുക്കറിയാം മാവേലി, അങ്ങനെ പല പല സംഭവങ്ങളാണ്. ഞങ്ങൾ പൊളിക്കും. ഇപ്പോഴും ഭയങ്കര വൈബായിട്ട് തന്നെയാണ് കോളേജ് ഓണത്തിനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണല്ലോ. വൈബാണ് ഓണം. ഇപ്രാവശ്യം ഞങ്ങൾ ഓണം മാവേലി ഞങ്ങൾ ഡിയോമിലൊക്കെ വന്ന് സ്കിഡ് ഇതൊക്കെ ചെയ്തിട്ടാണ് വന്നിരുന്നത്. ഓണം എല്ലാവരും റീകളക്ട് ചെയ്ത് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഓണത്തിന്റെ സമയമാകുമ്പോഴേക്കും ആ ഒരു മെമ്മറീസ് എല്ലാം ആഘോഷിച്ച് തിരിച്ച് പഴയ ഒരു കേരളത്തിന്റെ ഒരു മൂഡിലേക്ക് വരുന്നതാണ്. പഴയ ആ ഒരു സ്റ്റൈല് ഇപ്പോഴും റീമേക്ക് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാണ് എല്ലാവരും ചെയ്യുന്നത്. ഓണക്കോടി ധരിച്ച് ഓണപ്പാട്ട് പാടി ഓണക്കളികളുമായി വിവിധ വകുപ്പുകൾ തിരിഞ്ഞു നടക്കുന്ന പൂക്കളം, തിരുവാതിര, വടംവലി, ഉറിയടി ഉൾപ്പെടെയുള്ള മത്സരങ്ങളും ക്യാമ്പസ് ഓണത്തിന്റെ പൊലിമ കൂട്ടുന്നു. പായസവും വിഭവസമൃദ്ധമായ ഓണസദ്യയും കൂടി ചേരുമ്പോൾ ഓണാഘോഷം കെങ്കേമം. കേവലം ആഘോഷങ്ങൾക്കും അപ്പുറം സൗഹൃദത്തിന്റെയും ഒത്തൊരുമയുടെയും നല്ല സംസ്കാരം വരും തലമുറയിലേക്ക് കൈമാറാനുള്ള മികച്ച വേദി കൂടിയായി മാറുകയാണ് കലാലയ അങ്കണങ്ങൾ. പൊന്നോണത്തിന്റെ വൈബ് അറിയണമെങ്കിൽ അത് ക്യാമ്പസിൽ തന്നെ വരണം. ക്യാമ്പസിലാണ് കളർ ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഓണപ്പാട്ടിലൂടെ ലോക റെക്കോർഡ് സ്വന്തമാക്കി കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ. ഒരു ശബ്ദം ഒരു മനസ്സ് ഒരു റെക്കോർഡ് എന്ന സന്ദേശവുമായി നടത്തിയ പരിപാടിയിലൂടെ സ്കൂൾ സ്വന്തമാക്കിയ ലോക റെക്കോർഡ് ഓണാഘോഷത്തിന് പുതിയൊരു ചരിത്രം കുറിച്ചു. വെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ പരിപാടിയിൽ 1500-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഓണത്തിന്റെ പാരമ്പര്യവും വിളിച്ചോതുന്ന കേരള തനിമ തുളുമ്പുന്ന 11ഓളം ഓണപ്പാട്ടുകൾ ഒരേ സ്വരത്തിൽ 20 മിനിറ്റ് ആലപിച്ചാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. കേരളീയ രീതിയിൽ വസ്ത്രം ധരിച്ച 500 രക്ഷിതാക്കളും 1200 വിദ്യാർത്ഥികളുമാണ് ഓണപ്പാട്ടിൽ അണിനിരുന്നത്. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ അഭയ്കുമാർ K ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെൽജോ വെളിയന്നൂർക്കാരൻ അധ്യക്ഷത വഹിച്ചു. വയലിനിസ്റ്റ് MS വിശ്വനാഥിന്റെ വയലിൻ കച്ചേരിയും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ സന്ദേശം നൽകി. TCV ന്യൂസ് കുന്നംകുളം. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ റോബോ മോട്ടോഴ്സ് റോബോട്ടിക്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 360 ഡിഗ്രിയിൽ ചലിക്കുന്ന ത്രിമാന ഓണപ്പൂക്കളം ഒരുക്കി. മുഴുവൻ സമയവും ചലിക്കുന്ന രീതിയിലുള്ള ത്രിമാന ഓണ ദൃശ്യങ്ങളാണ് പൂക്കളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഓണ ദൃശ്യങ്ങൾ എല്ലാ വശങ്ങളിൽ നിന്നും കാണാനാകുന്ന തരത്തിലാണ് ചലന സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. പരമ്പരാഗത ഓണപ്പൂക്കളത്തിന് സാങ്കേതിക വിദ്യയുടെ പുതുമയും ആകർഷണവും പകരുന്ന രീതിയിലാണ് പൂക്കളം രൂപകൽപ്പന ചെയ്തത്. പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച ഈ വേറിട്ട ഓണപ്പൂക്കളം കാഴ്ചക്കാരിൽ കൗതുകം സൃഷ്ടിച്ചു. TCV ന്യൂസ് തൃശൂർ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ,
പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്ഫോർഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സെപ്റ്റിക് ടാങ്കിൽ കാട്ടാനക്കുട്ടി വീണു. ഏറുമുഖം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ആനക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് തൊഴിലാളികൾ സ്ഥലത്തെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ആഴമില്ലാത്ത കുഴിയായതിനാൽ ആനക്കുട്ടി മണ്ണിടിച്ചിട്ട് കയറി പോവുകയായിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുന്നിൽ ഡ്രൈവറും കുടുംബവും ശവമഞ്ചവുമായി സമരം നടത്തി. മാപ്രാണം മാടായിക്കോണം സ്വദേശി കണ്ണാട്ട് വീട്ടിൽ സജീവ് കുമാറും കുടുംബവുമാണ് നീതി കിട്ടിയില്ലെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തിയത്. കഴിഞ്ഞ ആഗസ്റ്റ് 1-ന് സജീവ് കുമാറിനെ ഡെലിവറി വാഹനം ഓടിക്കുന്നതിനിടയിൽ സ്കൂട്ടർ യാത്രക്കാരനായ കുഴിക്കാട്ടുകോണം സ്വദേശി ബൽറാം എന്നയാൾ മർദ്ദിച്ചിരുന്നു. സ്കൂട്ടറിന്റെ താക്കോൽ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ മുഖത്തും മറ്റും ഗുരുതരമായി പരിക്കേറ്റ സജീവ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി മാറ്റി പറയാൻ നിർബന്ധിച്ചതായും നിസ്സാര വകുപ്പുകൾ ചേർത്ത് പ്രതിക്കെതിരെ കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യം നൽകിയതായും സജീവ് കുമാർ ആരോപിച്ചു. ഇത്തരം സംഭവം ഉണ്ടായതിനു ശേഷം ഒരു FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നാളിതുവരെ ഒരു പെറ്റി കേസിൽ പോലും വാദിയായിട്ടും പ്രതിയായിട്ടും പെടാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മൊഴിയിൽ ആ വെപ്രാളത്തിന്റെ മൊഴി പറഞ്ഞപ്പോൾ ചെറിയ വേരിയേഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട് പിന്നെ വിദഗ്ധമായ പരിശോധന നടത്തുമ്പോൾ മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട്, കണ്ണ് തകർന്നിട്ടുണ്ട്. ഇത്ര ഭീകരമായിട്ട് നിലവിൽ ഇദ്ദേഹത്തെ ആക്രമിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പല സമയത്ത് വാക്ക് തർക്കം ഉണ്ടായി. വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് താക്കോല് ഊരി കൊണ്ടുവന്ന് താക്കോല് കൊണ്ടും മൊബൈലും ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ കണ്ണിലടിച്ചത്. ഇത്രയധികം പരിക്കുണ്ടായിട്ട് പോലും ഒരു പ്രതിയെ രക്ഷപ്പെടുത്തുന്ന വിധത്തിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ വകുപ്പുകൾ എഴുതി ചേർത്ത് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു പോലുണ്ടായ ഇവിടെയുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇത്ര അധികം പരിക്ക് സംഭവിച്ചിട്ടും ഒരു പക്ഷെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സംഭവം ഉണ്ടായിട്ടും അദ്ദേഹം ഈ കേസിലെ പ്രതിക്കെതിരെ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. കേച്ചേരി ചിറനല്ലൂരിൽ ഗൃഹനാഥനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറനല്ലൂർ വീട്ടിൽ 58 വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയിലേക്ക് തൃശൂർ കോർപ്പറേഷൻ പ്രതിനിധിയായി പടവരാട് ഡിവിഷൻ കൌൺസിലർ പ്രവീൺ ലാലിനെ തിരഞ്ഞെടുത്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടത്തിയ വോട്ടെടുപ്പിൽ ജില്ലാ കളക്ടർ വരണാധികാരിയായിരുന്നു. സ്ഥാനാർത്ഥിയെ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർദ്ദേശിക്കുകയും ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പിന്താങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TR സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, വില്ലി, ജിജോ, ഷീന ചന്ദ്രൻ, കരോളി ജോഷ്വ, മേഫി ഡെൽസൺ, ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ കോർപ്പറേഷനിലെ കൌൺസിലർമാർ ചേർന്ന് പുതിയ DPC മെമ്പറെ അനുമോദിച്ചു. ഇനി വാണിജ്യം. ബനാന ബേ റെസ്റ്റോറന്റ് ആൻഡ് ബേക്കറി പുതിയ കാലത്തിന്റെ മാറ്റങ്ങളോടെ ആകർഷകമായ രൂപത്തിൽ കൂർക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നാവിലലിയുന്ന വൈവിധ്യമാർന്ന ബേക്കറി വിഭവങ്ങളും മികച്ച നിലവാരത്തിലുള്ള റെസ്റ്റോറന്റ് വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. സ്വന്തമായുള്ള പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ശുചിത്വത്തോടെയും ഉയർന്ന ഗുണനിലവാരത്തോടും കൂടിയ പുതുമയാർന്ന രുചി വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് UAE ആസ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ CP സാലിഹ് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ മുംതാസ് അധ്യക്ഷത വഹിച്ചു. പാർട്ട്ണർമാരായ ബിജു ഒല്ലേക്കാട്ട്, KD സുനിൽകുമാർ, നിയാസ് കാൻസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളുണ്ടാക്കുന്ന സ്നാക്സുകളൊക്കെ നമ്മൾ സ്വന്തമായിട്ടുള്ള ബേക്കറിയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ വിൽക്കുന്നത്. ബ്രോസ്റ്റഡ് ചിക്കൻ, ബർഗേഴ്സ്, തവ ഷവർമ, അങ്ങനെയുള്ള എല്ലാവിധ ഫുഡും കൂടാതെ മീൽസ്, ബിരിയാണി, ചൈനീസ് ഐറ്റംസ് എല്ലാം ലഭ്യമാണ്. AC ഹോളുണ്ട്, ഒരു 19 ആൾക്ക് ഇരിക്കാവുന്ന ഒരു AC റൂം ഫെസിലിറ്റീസ് ഉണ്ട്. കൂടാതെ ഒരു 10-20 ആൾ 75 ആൾ മീറ്റിംഗ് കൂടാനും ബർത്ത്ഡേ പാർട്ടീസ് കഴിക്കാനായിട്ട് ഒരു AC ഹോളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സജ്ജാക്കിയിട്ടുണ്ട്.
കൂടുതൽ വിവരങ്ങൾക്ക് 7356439922 മറ്റൊരു നമ്പർ 7994719090 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ടൈൽസുകളുടെ അതിശയിപ്പിക്കുന്ന ശേഖരവുമായാണ് തൃശൂർ സെറാമിക് സെന്റർ പൊന്നോണത്തെ വരവേൽക്കാൻ സജ്ജമായിരിക്കുന്നത്. സ്വപ്ന സൗധം എന്ന സാക്ഷാത്കാരത്തിന് പൂർണ്ണത കൈവരിക്കാൻ ആവശ്യമായ സെറാമിക് ടൈൽസ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, വാൾപേപ്പേഴ്സ്, ചാർക്കോൾ പാനൽസ്, കാർപ്പറ്റ്, SPC, വുഡൻ ഫ്ലോറിംഗ്സ് എന്നിവയുടെ കമനീയ ശേഖരമാണ് സെറാമിക് സെന്ററിന്റെ തൃശൂർ, ചാലക്കുടി, മുരിങ്ങൂർ ഷോറൂമുകളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പ്രൗഢിയും പുതുമയും ഗുണമേന്മയും വിശ്വാസ്യതയും ഇഴചേർന്ന വൈവിധ്യമാർന്ന ഇമ്പോർട്ടഡ് ആൻഡ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക സെക്ഷനാണ് സെറാമിക് സെന്റർ ഷോറൂമുകളുടെ സവിശേഷത. കെറോവിക്, സിറ, വർമോറ, സിമേറോ, വെബർ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങളും സെറാമിക് സെന്ററിൽ ലഭ്യമാണ്. ഓണത്തോടനുബന്ധിച്ച് ഓരോ ഉപഭോക്താവിനും മനസ്സിനിണങ്ങിയ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിലും ആകർഷകമായ ഓഫറുകളിലൂടെയും സ്വന്തമാക്കാനുള്ള അവസരവും സെറാമിക് സെന്റർ ഒരുക്കി നൽകുന്നു. എല്ലാവർക്കും സെറാമിക് സെന്ററിന്റെ ഓണാശംസകൾ. ഈ ഓണത്തിന് നമ്മളിവിടെ എല്ലാ പ്രൊഡക്ട്സിനും ഡിസ്കൗണ്ട്സ് കാര്യങ്ങളും ഉണ്ട്. എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക. ബേസ് പ്രൈസ് തൊട്ട് ഇമ്പോർട്ടഡ് ഐറ്റംസ് വരെയുണ്ട്. എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും. എല്ലാവരും ഷോറൂമിലേക്ക് വരെ എക്സ്പ്ലോർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 9176443062. ഏതു ബഡ്ജറ്റിലും ഹാപ്പിയാകുന്ന ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് സാധാരണക്കാരുടെ ഷോപ്പിംഗിൽ വിസ്മയമാകുകയാണ് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലെ മമ്മി ഡാഡി കളക്ഷൻസ്. ഇതിനൊക്കെ 150 രൂപയുള്ളൂ. ഇത് 200 രൂപ. ഇത് 350. കാവിമുണ്ട് വെറും 90 രൂപ. ഇത് 120. ഇതൊക്കെ 90 രൂപ. ഇത് 150. 90. ഇത് 120. സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായാണ് ശക്തൻ ബസ് സ്റ്റാൻഡിൽ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന മമ്മി ഡാഡി കളക്ഷൻസ് ഓണക്കാലത്ത് ഷോപ്പിംഗ് വിസ്മയമാകുന്നത്. 150 രൂപയ്ക്ക് സെറ്റുമുണ്ട്, 200 രൂപയ്ക്ക് കേരള സാരി, 90 രൂപയ്ക്ക് ലാച്ച, 150 രൂപയ്ക്ക് ഷർട്ട്, 95 രൂപയ്ക്ക് ബെഡ്ഷീറ്റ്, 100 രൂപയ്ക്ക് നൈറ്റി, 100 രൂപയ്ക്ക് ഡബിൾ മുണ്ട്, 250 രൂപയ്ക്ക് ജീൻസ്, 300 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി, 75 രൂപയ്ക്ക് ഫ്രോക്ക്, 90 രൂപയ്ക്ക് ചുരിദാർ മെറ്റീരിയൽ, 70 രൂപയ്ക്ക് ടീഷർട്ട്, 200 രൂപയ്ക്ക് 3 ടോപ്പ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അല്ല, ഓണായിട്ട് ഞങ്ങൾ എല്ലാതും 75% വില കുറച്ചിട്ട് കൊടുക്കണേ. ഷർട്ട് 150 രൂപ, ചുരിദാർ 75 രൂപ, ഇനി സെറ്റ് 20 രൂപ, അങ്ങനെ പലതും വില കുറച്ച് 10 രൂപയ്ക്കും കുറേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. വലിയ ഓഫറുകളുണ്ട് ഇപ്പോൾ. പിന്നെ ബെഡ്ഷീറ്റ് 80 രൂപ, അതുപോലെ കാഞ്ചീപുരം പട്ടുസാരി, ബനാറസ് സാരികളൊക്കെ വളരെയധികം വില കുറച്ച് കൊടുക്കുന്നുണ്ട്. കല്യാണ പാർട്ടികളൊക്കെ വന്ന് ഇവിടെ എടുക്കാറുണ്ട്. കൂടാതെ പ്രത്യേക കൗണ്ടറുകളിൽ ഏതെടുത്താലും 10 രൂപ, സാരിക്ക് സാരി ഫ്രീ തുടങ്ങിയ കിടിലൻ ഓഫറുകളും ഒരുക്കിയാണ് മമ്മി ഡാഡി കളക്ഷൻസ് ഓണാഘോഷത്തിനായി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,710 രൂപ, പവന് 1,17,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വകാര്യവൽക്കരണത്തിലൂടെ കേരളത്തിന്റെ ആകാശവും ഭൂമിയും കടലും UDF സർക്കാർ വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് MV ഗോവിന്ദൻ.
ഓപ്പറേഷൻ തൂഫാന് രാഷ്ട്രീയമില്ലെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന മരണത്തിന്റെ വ്യാപാരികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് എല്ലാവരും കൈകോർക്കണമെന്നും ആഭ്യന്തര മന്ത്രി. തോളൂർ എടക്കളത്തൂരിൽ വീട്ടിൽ വൻ കവർച്ച, 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നന്ദിക്കരയിലെ ദേശീയപാത നിർമ്മാണ പ്രവർത്തികളുടെ പ്ലാന്റ് നാട്ടുകാർ ഉപരോധിച്ചു. സിമന്റും മെറ്റലും മിക്സ് ചെയ്യുന്ന മലിനജലം പാടത്തേക്ക് ഒഴുകുന്നതായും പൊടിശല്യം രൂക്ഷമാണെന്നും ആരോപിച്ചായിരുന്നു ഉപരോധം. കുട്ടനെല്ലൂരിൽ പിക്കപ്പ് വാനിൽ നിന്നും ഇരുമ്പ് പൈപ്പുകൾ ദേഹത്ത് വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ ജോണാണ് മരിച്ചത്. പുതുക്കാട് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പുതുക്കാട് സ്വദേശി അനന്തകൃഷ്ണനാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.